ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ ഇവിടെ ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. യൂറോപ്പിൽ നല്ല മഴ ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ ഞാൻ കയറി കിടന്ന് ഉറങ്ങി. സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിയും സാമ്പാറും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 2 ഇഡ്ഡലി കഴിച്ചു, സാമ്പാറൊക്കെ കഴിച്ചു. പക്ഷേ നമ്മളിന്ന് ഇഡ്ഡലി ഇന്ന് ബോറടിച്ച് ഇവിടെ വന്നപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ ഒരുപാട് ഐറ്റംസ് കിട്ടും കേട്ടോ. സോ രാവിലെ ഇവിടെ അടുത്തൊരു കടയുണ്ട്. ആ കടയിൽ നിന്നും ഇത് പപ്സാണേ. പപ്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് അങ്ങനെ സ്റ്റഫിങ്സ് ഒന്നുമില്ല. ജസ്റ്റ് ഇവർ ഇതിൻ്റെ അകത്ത് എന്താ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ബട്ടർ എന്തൊക്കെയോ ഒരു ചെറിയ സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. ചീസാണ് തോന്നുന്നത്, ചീസ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കഴിക്കാൻ നേരത്ത് നമുക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത് ചീസിൻ്റെതാണ്. ബട്ട് ദിസ് ഈസ് വെരി ക്രിസ്പി. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ പപ്സ് പോലെ തന്നെ, പക്ഷേ അകത്ത് സ്റ്റഫിങ്സ് ഒന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ദിസ് ഇസ് റിയലി സോ ടേസ്റ്റി. ഇവരുടെ ബ്രെഡും ഇവർക്ക് ഇങ്ങനെ ബ്രെഡിൻ്റെതായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സോ ഐ ലൈക്ക് ടു ഈറ്റ് ഓൾ ദോസ് തിങ്സ്. ബട്ട് ദിസ് ഇസ് വെരി നൈസ്. സോ മോർണിംഗ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയോ ദോശ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ഐ റിയലി വാണ്ടഡ് ടു ഈറ്റ് ദിസ്. ബിക്കോസ് ഇത് കഴിച്ച് കഴിയുമ്പോൾ വയറ് നല്ല ഫുള്ളാണ്. പിന്നെ ഓൾമോസ്റ്റ് നമുക്കൊരു 2-3 മണിക്കൂർ ഒന്നും കഴിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നേ ഇല്ല കേട്ടോ. ഇതിൻ്റേതായിട്ടുള്ള പല വെറൈറ്റീസ് ഉണ്ട്. സോ നാളെ മുതൽ ഞാൻ വിറകെ കൊണ്ടുവന്ന് കാണിച്ചു തരാറുണ്ട്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 45 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്നു. ബട്ട് നൗ ഇറ്റ് ഈസ് അറൗണ്ട് 22-23 ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഫാൻ ഇട്ടാലും എ സി ഇട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളായിരുന്നു. ബട്ട് നൗ ഓൾമോസ്റ്റ് ക്ലൈമറ്റ് നല്ല ചില്ലിങ്, നല്ല കൂളുമാണ് കേട്ടോ. വെരി നൈസ്. തുടക്കൽ ചടങ്ങിലോട്ട് കിടക്കുകയാണ്. തൂത്തുവാരലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാത്രങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കി വെക്കണം. ഞാനിങ്ങനെ മടിച്ചിരിക്കുന്നത് പറയുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. മടിച്ച് ഇങ്ങനെ ഇരിക്കും. ചില ആൾക്കാരുടെ വിചാരമുണ്ടല്ലോ, നമ്മുടെ വീട്ടമ്മമാർക്ക് എന്ത് സുഖമാണ് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നോട് ഒരാൾ പറഞ്ഞു കേട്ടോ, പിന്നെ എന്താണ്, നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ലേ, വെറുതെ ഇങ്ങനെ കഴിക്കാനല്ലേ. രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും ഒരു വീട്ടമ്മമാർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുതി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. രാവിലെ മുതൽ തുടങ്ങിയാലും നമുക്ക് എനിക്ക് രാത്രി വരെ ഉറങ്ങുന്നേരം വരെ നമുക്ക് ശരിക്കും നല്ല ബിസിയാണ്. പാത്രങ്ങൾ എടുക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, കഴുകുന്നു, ക്ലോത്ത്സ് വാഷ് ചെയ്യുന്നു, അടുക്കളയിലെ ജോലി, എന്തൊക്കെ പണികളാണ്. പക്ഷേ ആൾക്കാർക്ക് അത് വളരെ സില്ലിയായിട്ടൊരു ഹൗസ് വൈഫിന് എന്താ ജോലി, വെറുതെ ഇരിക്കില്ലേ. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് പറഞ്ഞത്. ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട്, ഞാൻ പേര് പറയുന്നില്ല. പുള്ളി എന്നോട് പറഞ്ഞു, എന്താ പണി, വെറുതെ ഇരിക്കുകയല്ലേ. ഹൗസ് വൈഫ് എന്ന് പറഞ്ഞത് തന്നെ എന്തൊരു ഡ്യൂട്ടിയാണ്. നമുക്ക് രാവിലെ മുതൽ ഇവർക്കെല്ലാം അറിയാൻ പറ്റുമോ. അപ്പോൾ ഓഫീസിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ ഭക്ഷണം കഴിക്കുക തുടങ്ങണം. ഹസ്ബൻഡ് എപ്പോഴും രാവിലെ മുതൽ കിടക്കുന്നുണ്ടെന്ന് നമുക്ക് മാത്രമല്ലേ അറിയാം. ചില ആണുങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി, എല്ലാ ആണുങ്ങളും അല്ല ഇവിടെ, മെൻറ്റാലിറ്റി ഉദ്ദേശം. ചില ആണുങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി ഈ പറഞ്ഞ ആൾ കേൾക്കുന്നുണ്ടായിരിക്കും ചിലപ്പം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്സ്. ഓക്കെ, ടാറ്റാ, സീ യു, ബൈ ബൈ. ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. ബൈ, ടേക്ക് കെയർ.